നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ പറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടുന്ന തലവേദനയാണ് മൈഗ്രെയിൻ. മലയാളത്തിൽ ആൾക്കാരിതിനെ കൊടിഞ്ഞി, ചെന്നിക്കുത്ത് എന്നെല്ലാം വിളിക്കും. പ്രായഭേദമന്യേ എല്ലാവരിലും വരാം എന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ 15-നും 45-നും ഇടയ്ക്ക് വയസ്സുള്ള ആളുകളിലാണ് കൂടുതൽ മൈഗ്രെയിൻ കാണപ്പെടാറുള്ളത്. ഈ പ്രായത്തിലുള്ള ആൾക്കാരിൽ പോലും സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ മൈഗ്രെയിൻ കൂടുതൽ. എന്താണ് മൈഗ്രെയിൻ? നെറ്റിയുടെ ഒരു വശത്തായി വരുന്ന തലവേദന. ഇത് സ്ഥലം മാറി മാറി വരാം. ചിലപ്പോൾ ഇടതുവശത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലതുവശത്ത്. തലവേദനയുടെ ഒപ്പം വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട്, ശബ്ദം കേട്ടാൽ ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാനായിട്ട് തോന്നുക. തലവേദനയുടെ കാഠിന്യം കൂടുതലാണെങ്കിൽ രോഗി ഛർദ്ദിക്കുക വരെ ചെയ്യും. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഉള്ള ആളുകൾ തലവേദന വരുമ്പോൾ ഒരടഞ്ഞ മുറിയിൽ ലൈറ്റൊക്കെ ഓഫാക്കി ആൾക്കാരുടെ ശബ്ദമൊന്നും കേൾക്കാതെ ഇരിക്കാനാണ് ആഗ്രഹിക്കുക. 4 മണിക്കൂർ മുതൽ 3 ദിവസം വരെ മൈഗ്രെയിൻ്റെ തലവേദന നീണ്ടു നിൽക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ആളുടെ ജീവിത രീതിയെ ബാധിക്കുന്നത് കണക്കെടുത്താൽ ലോകത്തിൽ 2ാമത് ഏറ്റവും കൂടുതൽ ജോലിക്ക് തന്നെ നഷ്ടമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നമാണ് മൈഗ്രെയിൻ. മൈഗ്രെയിന് പല ട്രിഗറുകൾ ഉണ്ടാവാറുണ്ട്. ചില സാഹചര്യങ്ങളിലാണ് മൈഗ്രെയിൻ കൂടുതൽ വരിക. ഉറക്കമിളച്ചാൽ, ഭക്ഷണം മുടങ്ങിയാൽ, വെയിലത്ത് പോയാൽ, ചില ഭക്ഷണ സാധനങ്ങൾ, ചില സ്മെല്ലുകൾ, ഇതെല്ലാം മൈഗ്രെയിന് വഴിവെക്കും. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും നമ്മുടെ ജീവിത രീതി വളരെ ചിട്ടയുള്ളതാക്കുക എന്നുള്ളത് മാത്രമാണ് മൈഗ്രെയിനിൽ നിന്ന് മോചനം നേടാനുള്ള ഒരേ ഒരു വഴി. ഈ സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മൈഗ്രെയിൻ്റെ എണ്ണം കൂടും, മൈഗ്രെയിൻ്റെ കാഠിന്യം കൂടും. ചികിത്സ കൊണ്ട് മൈഗ്രെയിൻ ഒഴിവാക്കി നിർത്താൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും. നന്ദി.